എല്ലാം ഇങ്ങനെ വാരി വലിച്ചെറിയുന്ന എന്തിനാണ്? ഞങ്ങൾക്കാർക്കും വേണ്ട സാധനം. എന്നിട്ട് എവിടെ ആരെടുത്തു? ചിലപ്പോ കുടിച്ചു തീർത്തിട്ടുണ്ടാവും. ഓർമ്മയില്ലാത്ത ആരോട് കൂറ്റാ ഒപ്പിച്ചതുണ്ടല്ലോ. അത്ര ബോധമില്ലാത്തല്ലേ രായപ്പനായിട്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒട്ടിക്കാത്ത അരക്കുപ്പി റമ്മ ഞാനാ ഈ മേശക്കകത്ത് വെച്ചത്. വെച്ചെങ്കിൽ അവിടെ കാണും. എടുക്കടി എടുക്കടി. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണത് എന്തിനാ? ഞാൻ കണ്ടില്ല. എന്നാ വെച്ച് കാശാക്കി കാണും. ആരെ? നിന്റെ തന്ത. അല്ലെങ്കിൽ രാത്രി വരുവാർക്കെടുത്ത് സൽക്കരിച്ച് കാണും. എന്ത് തോന്നിയാ പറയണേ? വേണ്ടടി, നീ വലിയ ശീലാവധി വേണ്ട. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു ഒക്കെ എനിക്കറിയാം. ഒരു ദിവസം തൊട്ടിസുഖം പിടിക്കും ഞാൻ എല്ലാത്തിനെ. കണ്ണീരൊന്നും കാണിക്കണ്ടടി. ഞാനും കുറെ പെണ്ണുങ്ങളെ കണ്ടവനാ. എന്താ ഉണ്ടായേ? അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല. ആർക്കാ എടുത്ത് വെച്ചത്? എന്ത് കൈ കിട്ടിയ എന്തുകൊടുത്ത് വിൽക്കുമല്ലോ. വിറ്റ് വെച്ച് ഉപ്പിയച്ചാറ് വിറ്റില്ലേ? ഇനിയും വിൽക്കാനുണ്ടല്ലോ ഇവിടെ ഒരെണ്ണം കൂടെ. ഞാൻ നിൽക്കുന്നു മൂത്ത് പഴുത്ത്. നല്ല വില കിട്ടും. ഞാൻ തരാൻ കാശ്. ഈ രായപ്പനെ തനിക്കറിയില്ല. ഇന്ന് വരെ ഒരുത്തൻ മണ്ണ് നുള്ളിയിട്ടിട്ടില്ല എന്റെ ദേഹത്ത്. എന്റെ ചോറ് തീർന്നോണ്ട് അങ്ങോട്ട് വരിക്കന്നെ. തൊറോ തൊണ്ടനെ തൊറോ. എന്താടോ ഒന്നും മിണ്ടാത്തെ? നാണം കെട്ട വർഗം. അമ്മ എന്ത് വിവരക്കാടായി കാണിക്കണം? ഇങ്ങനെ ഉറക്കള ചൊല്ലി അസുഖം വരുത്തി വെക്കും. ലൈറ്റ് കിടക്കണണ്ട ഞാൻ എണീറ്റത്. എന്റെ കുഞ്ഞിപ്പോ എവിടെയാണാവോ? ഒരാഴ്ചയായല്ലോ ഒന്ന് കണ്ടിട്ട്. അതിബുദ്ധി കാണിക്കണതാ. ഒരു കത്തെങ്കിലും എഴുതി കൂടെ അവന്. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. ഇത് കൂടി നമ്മൾ എന്ത് ചെയ്യും? പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? 2-3 ദിവസം കൂടെ കഴിയട്ടെ. പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ അറിഞ്ഞിട്ട് മതി. നമ്മളിപ്പോ ചെയ്യണതൊക്കെ അബദ്ധാവുമെന്നോ എന്റെ ഭയം. അബൂനെ വെട്ടിച്ചവൻ മാറിയോന്ന് എനിക്ക് സംശയം. അവൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതും ശരിയാ. അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോ. ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു. ഇതെന്താ ആരും ഉറങ്ങില്ല? ആരൊക്കെയാ മനസ്സിലായില്ലല്ലോ. ഞങ്ങള് ശിവശങ്കറിന്റെ സുഹൃത്തുക്കളാണ്. ശിവൻ എത്തിയില്ല ഇതുവരെ. എന്റെ മക്കളെ ഇതുവരെ ഒരു വിവരമില്ല. ഒരു കത്ത് പോലും അയച്ചില്ലേ? അതല്ലേ സങ്കടം. ഞങ്ങളിവിടെ ആകെ വിഷമത്തിലാ. ഞങ്ങളും ആകെ വിഷമത്തിലാ ശിവനെ കാണാത്തത്. ചേട്ടനല്ലേ? അതെ. ഒന്ന് വരൂ, ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മ പോയി ഉറങ്ങിക്കൊള്ളൂ. ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും ചേട്ടാ? സംഗതി ആകെ പ്രശ്നമായല്ലോ. നിങ്ങൾ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണോ? ആ, ഇപ്പൊ ഞങ്ങള് ഒരേ തൊഴിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരാ. ഒച്ച വയ്ക്കരുത്. കഴിവതും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ ആരാണ്? ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്നെ കൊല്ലരുത് എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ചേട്ടാ സത്യം പറയും, ശിവശങ്കരൻ എവിടെയുണ്ട്? എനിക്കറിയില്ല. അത് ശരിയല്ല, നിങ്ങൾക്കറിയാം. എന്റെ മോളാണ് സത്യം, എനിക്കറിയില്ല. ഞങ്ങളെ വഞ്ചിച്ചുണ്ടാക്കിയ പണത്തിന്റെ പങ്കുപറ്റാൻ ഇവിടെ എത്തിയിട്ട് ഒരറിവുമില്ലാതെ നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേട്ടൻ ഇനി ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക. ശിവശങ്കരൻ ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടെത്തും, കൊല്ലും. അനുജനെ രക്ഷിക്കാൻ നിന്ന് വെറുതെ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കണോ? ചേട്ടന്
ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതല്ലേ? ദേവി തന്നെ വിശ്വസിക്കണം. എനിക്കറിയില്ല. കൊല്ലരുത്. ജീവന് കൊതിയുണ്ട്. അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. ശരി, പിന്നെ ആർക്കറിയാം? അമ്മയ്ക്കറിയും. ഇല്ല. അനിയത്തി പെണ്ണില്ലേ ഒരാൾ, അവൾക്കറിയും. ഇല്ല. പിന്നെ ആർക്കറിയാം? പറയൂ. ഇനി അബുവിന് അറിയോന്ന് അറിയില്ല. അറിയില്ലെന്നാ എന്നോട് പറഞ്ഞത്. ചിലപ്പോ അറിയായിരിക്കും. അതെന്താ? അവർ രണ്ടുപേരും കൂടെ ഇതൊക്കെ ചെയ്തത്. പേര് കൊടുത്തത് ശിവശങ്കരന്റെ ആന്ന് മാത്രം. ഓഹോ, അപ്പൊ അവൻ ടാക്സിക്കാരൻ സുഹൃത്ത് മാത്രമല്ല അല്ലേ? നീ കഥോടച്ചിട്ട് കിടന്നോ, എന്നെ കാക്കണ്ട. സാറേ, ഉറക്കം കളഞ്ഞു അല്ലേ? ഞങ്ങള് ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ സാറേ? എപ്പോ ഒന്ന് വിളിച്ചാലും പോണം. സാറ് കയറിയാട്ടെ. സാറേ, സാർ ഇവിടെ ഏത് വീട്ടിലാ വന്നേന്ന് പറഞ്ഞേ? അത് പുറത്തു പറയാൻ വിഷമമുണ്ട്. ചിന്ന വീട്ടിൽ വന്ന. ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി. ഇറങ്ങടാ പട്ടു. നീ രക്ഷപ്പെടാൻ വിചാരിച്ചോ? ഫ്രാൻസി, വേണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തു. സോറി അമ്മ. വരൂ, നമുക്ക് സംസാരിക്കാൻ. വരൂന്നേ. അബുവിനെ ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അബു ശിവശങ്കരന് ഒറ്റിക്കൊടുത്തത് ഞങ്ങളെയാണ്. നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല. കുറച്ച് പണം കിട്ടാനൊരു മാർഗം. മനസ്സിലായി. പക്ഷേ ചെയ്തത് വലിയ ചതിയല്ലേ? വലിയ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. വെറും വിശ്വാസത്തിന്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത്. നിങ്ങൾക്ക് 10-20 ലക്ഷം രൂപ കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് പോയത് 1 കോടിയാണ്. മാത്രവുമല്ല, വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ചെയ്തത് തെറ്റായിപ്പോയെന്ന് അറിയാം സാർ. വെരി ഗുഡ്. പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ട് എന്താ കാര്യം? തെറ്റിനുള്ള ശിക്ഷ അത് അനുഭവിക്കണം, വേണ്ടേ? സാർ, ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സാർ. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയേ അല്ല. ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അബുവിനൊരു തെറ്റുപറ്റി. ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ അബുവിനെയും ശിവശങ്കരനെയും പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ചെയ്യാനൊരു തോന്നലുണ്ടാവും. അവർക്കിതൊരു പാഠമാണ്, വേണ്ടേ? ഞങ്ങൾ മാത്രമല്ല, ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ശിവശങ്കരനെ ഞങ്ങൾക്ക് വേണം.